എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾ ഒരുപാട് മാറി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങൾ പഴയതുപോലെയൊന്നുമല്ല എന്നൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ നിങ്ങൾ ഒരുപാട് മാറി എന്നുള്ളത്? ആ മാറ്റത്തിന് കാരണം എന്താണ്? നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളാണോ നിങ്ങൾക്ക് ഒരുപാട് മാറാനായിട്ട് കാരണക്കാരായത്? അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നൽകിയ ആൾക്കാരാണോ നിങ്ങൾ മാറാൻ കാരണക്കാരായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങളെ ശരിക്കും സ്നേഹിച്ചിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ചേഞ്ചായി. അത് നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അതിന് റീസൺ ഇത് തന്നെയാണോ? അല്ലയോ? ഇതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങളെങ്ങനെയാണ് ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് ഇനി ഇപ്പോൾ ഉള്ളത്? ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് കാർഡ് എടുക്കാം. നമ്മൾ 4 കാർഡ്സാണ് എടുക്കുന്നത്. അത് നമ്മളുടെ എനർജി മുൻപ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനിടയിൽ നമുക്ക് ജീവിതത്തിലേക്ക് ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഉണ്ടായിരുന്നോ, അവരുമായിട്ടുള്ള കണക്ഷൻസ് എങ്ങനെയായിരുന്നു, അവർ പോയത് കൊണ്ടാണോ നമ്മൾ ഇങ്ങനെ ഒരു ഡള്ളായിരിക്കണേ, അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കുള്ള മാറ്റത്തിനുള്ള കാരണങ്ങൾ, റിയൽ ആയിട്ടുള്ള കാരണങ്ങൾ അറിയാനുള്ള 4 കാർഡ്സ് നമ്മൾ എടുക്കണേ. രണ്ടാമത്തെ കാർഡാണ്. മൂന്നാമത്തെ കാർഡ്, നാലാമത്തെ കാർഡ്. 4 കാർഡിൻ്റെ റീഡിങ് നോക്കാം. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ക്യൂനോ വാർഡ്സ് ആണ്. ഇതിൽ നമുക്ക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. ആ കഴിവുകളിലൊന്നിലും നിങ്ങൾക്കിപ്പോൾ ആത്മവിശ്വാസമില്ല. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ ലൈഫിൽ കയറി വന്നിട്ട് ഒരുപാട് താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ താരതമ്യം ചെയ്തിട്ട് നിങ്ങളെ തന്നെ കഴിവില്ലാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങൾ കാണേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ഒരുപാട് കഴിവുള്ള ഒരാളാണ്. അതിലൊരുപാട് നിരാശയായിട്ട് ഇരിക്കുന്നൊരു സാഹചര്യമാണിത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ തന്നിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുന്ന പോലെയാണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തൊക്കെയോ ഒരു വികാരങ്ങൾ തുറന്ന് പറയാൻ പറ്റാത്ത, ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൽ ഭയങ്കരമായിട്ട് നിരാശ, അല്ലെങ്കിൽ ഒരു അസൂയ, ഒരു വിഷമം, കുറ്റബോധം, ദേഷ്യം, ഇങ്ങനത്തെ പല സാഹചര്യം നിങ്ങൾ അമർത്തി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തു വരാനാണ് ഈ ഒരു കാർഡ് പറയുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കേണ്ട സമയമാണത്. ഒന്നും തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാവേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം നിങ്ങൾ എന്തിൽ നിന്നാണോ സ്റ്റക്കായി നിൽക്കുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് വരണം. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ്, പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ ക്രിയേറ്റിവിറ്റി കൊണ്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. ആ ക്രിയേറ്റിവിറ്റിയിലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും എല്ലാം പോയി, കഴിവ് നശിച്ചു എന്ന് സ്വയം മുദ്ര കുത്തിയിട്ട് നിങ്ങളൊരു അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരിക. പുറത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ലൈഫ് കാണുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല രീതിയിലൊരു തീരുമാനം എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വികാരങ്ങൾ തുറന്നു പറഞ്ഞ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായിട്ടും തെറ്റിദ്ധാരണകളും ആശയവിനിമയങ്ങളും ഒക്കെ ഒരു തെറ്റായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാനാണ് കാർഡിൻ്റെ എനർജി. അത് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി തിരിച്ചു വരണം എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങളെ പുനർജനിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ പഴയതുപോലെ എനർജി ആയിട്ട് ഉണ്ടായിരുന്നത് വെച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചു വരിക. അങ്ങനെയാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് കാർഡ് നോക്കാം. എന്ന് വെച്ചെങ്കിൽ 4 ഓഫ് വൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിലെന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് പറയത്തക്ക കാരണങ്ങളൊന്നും തന്നെ, നിങ്ങൾക്ക് ഒരാളോട് പറയാത്തക്ക കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിലില്ല. അതായത് പറയാനൊരു പേടി, അതായത് കാരണങ്ങളൊന്നുമില്ല, അവരെന്ത് വിചാരിക്കുമെന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ ഒരു നല്ല രീതിയിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് വസ്ത്രം ഇട്ട് പുറത്തേക്ക് വരാതിരിക്കുക. ഒന്നിലും ഒരു സന്തോഷമില്ല. എല്ലാത്തിലും ഒരു ഭയങ്കര മൂടൽ കാര്യങ്ങളായിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഒരു തരത്തിലുള്ള ആശയവിനിമയവും നിങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് ചെയ്യുന്നില്ല. ഒന്നിലും ഒരു താല്പര്യമില്ലാതെ മാറി നിൽക്കുക. സ്വന്തം വികാരങ്ങൾ പോലും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല. നിങ്ങളെ തന്നെ നിങ്ങൾ ഹാപ്പിയായി വെക്കുന്നില്ല.
ഇത്തരം സാഹചര്യത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം വെച്ചെങ്കിൽ എന്തൊരു കാര്യവും ആരെങ്കിലും വന്ന് വിളിക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾ നാളത്തേക്ക് മാറ്റി വയ്ക്കും. എന്തിനാണ് നിങ്ങൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നത്? ഇന്നത്തെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അതുപോലെ തന്നെ ബന്ധങ്ങളെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, തെറ്റിദ്ധരിച്ച് ഒരു രീതിയിൽ പോകുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു സന്തോഷം കൊടുക്കാനോ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ താരതമ്യം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ തന്നെ ഒരു ക്വാളിറ്റി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വിവാഹം വന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നിങ്ങൾക്ക് വേണ്ട. ആ വിവാഹം വേണ്ട, വിവാഹ ജീവിതം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് ചായ വേണ്ട, അല്ലെങ്കിൽ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. ഇതുപോലെ ഒരു നല്ല ഒരു മുറിയിൽ നിങ്ങളിങ്ങനെ ഇരിക്കുക. എവിടെയെങ്കിലും നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് പോകുക, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ നടന്നു പോകുക, ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം പുറത്ത് വരേണ്ട സമയം നേരത്തെ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പുറത്ത് വരേണ്ട ഒരു സമയമാണ്. അതിൽ നിന്ന് പുറത്ത് വരൂ. എന്നിട്ട് നിങ്ങളുടെ ആഘോഷങ്ങൾ, നിങ്ങളുടെ സെലിബ്രേഷൻ എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കുക. കാരണം നിങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റികളൊക്കെ ഈ പറയുന്ന ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ ഒരു സെലിബ്രേഷൻ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലായിടത്തും നിങ്ങൾ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല രീതിയിൽ നിങ്ങൾ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അതൊന്നും നിങ്ങളുടെ ലൈഫിൽ കാണാനായിട്ടില്ല. അതുപോലെ തന്നെ കുടുംബത്തിൽ നിങ്ങൾക്ക് സമാധാനവും കുടുംബാംഗങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവരായിട്ട് നല്ല പുറത്തു പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ ചെയ്യുന്നില്ല. അതിനൊക്കെ ഒരു തക്കതായ കാരണം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് തുറന്ന് പറയാനുള്ളൊരു പേടിയുണ്ട്. സോ നിങ്ങൾ നല്ല തുറന്ന സംഭാഷണങ്ങൾ, നിങ്ങൾ ഒന്ന് നല്ല രീതിയിലൊന്ന് പറയാൻ പറ്റുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക. നല്ല രീതിയിലൊന്ന് കരഞ്ഞു തീർക്കുക. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഉള്ളിൽ നിന്നുള്ള ആ വിഷമം പോയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തേക്ക് വരും. ഇതാണ് രണ്ടാമത്തെ കാർഡിലെ എനർജി. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് പല തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. നിങ്ങൾക്കിപ്പോഴും ഒരു കാര്യവും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കുടുംബപരമായിട്ടുള്ളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, ജോലിപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, ഒന്നിലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്തിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയുണ്ടോയെന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ നിങ്ങൾ ഒരു ബാലൻസ് ചെയ്യാൻ പറ്റാതെ ഒരു ഭ്രാന്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ടാലി ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ബന്ധങ്ങളിലെല്ലാം നിങ്ങൾക്ക് വ്യക്തത കുറവാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പോലും നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒന്ന് സന്തോഷിക്കാനോ സംസാരിക്കാനോ ഉള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കാനായിട്ട് പറ്റുന്നില്ല. നല്ല രീതിയിൽ അതൊരു ജോയിൻ്റ് ആക്കി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളിപ്പോഴും ഒന്നും ടാലി ചെയ്യാൻ പറ്റാതെ ഒരു വശത്ത് നിങ്ങളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സും ഒരു വശത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് ലൈഫുമാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം മുന്നുണ്ടായിരുന്ന ആ ഒരു ഫീലിങ്സിനെയാണ് നിങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നത് ഇപ്പോഴത്തെ ലൈഫിൽ. അപ്പോൾ ആ ഫീലിങ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ ഓപ്പണായിട്ട് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ തുറന്നു പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്നുണ്ട്. കാരണം അതവരോടും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അഗാധമായിട്ടുള്ള ഒരു ഡെപ്തായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിഷമം കാരണം കൊണ്ട് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച്, അതായത് നിങ്ങൾക്ക് പ്രയോറിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് മറ്റുള്ള പ്രയോറിറ്റീസ് കാര്യങ്ങളുണ്ടെങ്കിലും മൾട്ടിപ്പിൾ പ്രയോറിറ്റീസാണ് നിങ്ങൾക്ക് വരുന്നത്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയിലുണ്ടായിരുന്നൊരു പ്രയോറിറ്റിയും നിങ്ങളുടെ ഫാമിലിയിലുണ്ടായിരുന്ന പ്രയോറിറ്റിയും വ്യത്യസ്തമാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് യാതൊരു നിർവാഹവും ഇല്ല. പക്ഷേ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ ആരും കാണാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട്. സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നല്ല, സംസാരിക്കാനുള്ളൊരു പേടി, അതായത് എന്ത് വിചാരിക്കും. കാരണം മറ്റു പല പ്രയോറിറ്റീസും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഇനിയിപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങളുടെ വെറും തോന്നലാണ്. ഒരു 100 ഇരട്ടി സ്നേഹത്തോടു കൂടിയിട്ട് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കുറച്ച് താമസം എടുക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഉള്ളൂ. കാരണം ആ ഒരു നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ബാലൻസ്ഡ് ആവും എത്രയും വേഗം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ പ്രയോറിറ്റിയിൽ ആ വ്യക്തിനെ ഒന്ന് ഒഴിവാക്കിയെങ്കിലും ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോയിട്ടില്ല, നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവരും പോയിട്ടില്ല. ആർക്കൊക്കെ വേണ്ടി കൊടുത്തൊരു പ്രോമിസിന് വേണ്ടി മാത്രം നിങ്ങൾ പരസ്പരം അകന്നു എന്ന് പറയാതെ അകന്നു നിൽക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കാൻ ഒരു വ്യക്തിയെ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ വ്യക്തിയോട് തന്നെ നിങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. നിങ്ങളുടെ മൈൻഡ്
അത്രയ്ക്ക് സ്ട്രെസ്ഡ് ആണ്. ഒരു വലിയൊരു വീർപ്പിച്ചൊരു ബലൂൺ പെട്ടെന്ന് ഒന്ന് പൊട്ടിയാൽ എങ്ങനെ ഇരിക്കും, ആ അവസ്ഥയിലാണ് നിങ്ങളിരിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ റിലാക്സ് ചെയ്യുക, നല്ല രീതിയിൽ നടക്കുക, നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക, മ്യൂസിക് കേൾക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ച് റിലാക്സ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നാലാമത്തെ കാർഡ് നോക്കാം. നാലാമത്തെ കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിങ് ഓഫ് സ്വോർഡാണ്. ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ, ഇപ്പോൾ ആശയവിനിമയം ഇല്ലാത്ത പ്രശ്നങ്ങൾ, വികാരങ്ങൾ മറച്ചു വെച്ചത് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പിടിവാശി കാരണങ്ങളുണ്ടായ പ്രശ്നങ്ങൾ, എന്ത് തന്നെ പ്രശ്നങ്ങളാണെങ്കിലും ഇതിൻ്റെ എല്ലാം നല്ല രീതിയിലുള്ള റീസൺ, നിജമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള റീസൺ എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തുറന്ന് കാണിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു വ്യക്തി ഇടപെട്ടതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ മാത്രം ഒരു വ്യക്തി ഇടപെട്ടുകൊണ്ട് മറ്റൊരു വ്യക്തിനെ അകറ്റി നിർത്തിയതായിരിക്കാം. അതെന്തുകൊണ്ടായിരിക്കാം, വാക്കുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ കൊണ്ടായിരിക്കാം, പ്രെയർ കൊണ്ടായിരിക്കാം, എന്തുകൊണ്ട് വേണമെങ്കിലും ആയിരിക്കാം. പക്ഷേ അതെല്ലാം സത്യം, അതായത് ആ ഒരു മറ നീക്കി സത്യം പുറത്തേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടിവാശി കൊണ്ട്, ഒരു തെറ്റായ തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ അകന്ന് നിന്നായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ വികാരം മറ്റൊരു വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം കൊണ്ട് ആ വ്യക്തി പിണങ്ങിപ്പോയതായിരിക്കാം. അപ്പോൾ തൻ്റെ വികാരം, അതായത് ഒരാൾക്ക് മനസ്സിലാകണം എന്ന് വിചാരിച്ച് പറയുന്ന വികാരം മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതായിരിക്കാം. ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇവരുടെ കുറ്റങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് കാര്യങ്ങളുണ്ടാകുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റാതിരുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുത്തോളൂ. ഇനി എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു തെറ്റിദ്ധാരണ, ആശയവിനിമയക്കുറവും ബന്ധത്തിലുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സത്യങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മറന്നേക്ക് പുറത്തേക്ക് വരാനുള്ള ടൈമായിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് താൽക്കാലികമായിട്ട് മാത്രമാണ് മാറി നിൽക്കുന്നത്, സ്ഥിരമായിട്ടല്ല. അപ്പോൾ അതിന് സാഹചര്യം എന്താണോ ഉണ്ടായിരുന്നത് അതിൻ്റെ സത്യങ്ങളെല്ലാം നീക്കി നല്ല രീതിയിൽ ആശയവിനിമയക്കുറവ് കാരണം കൊണ്ടൊക്കെ മാറി, പിടിവാശി കൊണ്ടൊക്കെ മാറി നിന്നവരാണ്. അവരുടെ ആ വാശി കാര്യങ്ങളെല്ലാം നിങ്ങൾ അംഗീകരിക്കും, ഇഷ്ടപ്പെടുകയുണ്ടായിരുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ അങ്ങനെ അല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന വാശി കാര്യങ്ങളെല്ലാം അവരും പ്രകടിപ്പിക്കും. അപ്പോൾ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഈഗോ എന്നുള്ളത് അലിഞ്ഞില്ലാണ്ടാവുകയും പരസ്പരം അടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തീരുമാനങ്ങൾ എല്ലാം നിങ്ങൾക്ക് എടുക്കും. നിങ്ങൾക്ക് പരസ്പരം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിന് വേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി വരികയാണ്. ഒരു വ്യക്തി ഇടപെട്ടുകൊണ്ട് ഉണ്ടായിരുന്ന ഒരാളുടെ ലൈഫിൽ മാത്രം, ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്, നല്ല സ്നേഹമാണെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയുടെ കടന്നു വരുകൊണ്ട് ഉണ്ടായേക്കുന്ന ഒരു, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൾട്ടിപ്പിൾ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവരെ നിങ്ങളെ വളരെയധികം എന്താ പറയുക, സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ച് നിങ്ങളെ ഭയങ്കര ഇത് സ്നേഹിച്ച് മറ്റൊരു വ്യക്തിനെ അകറ്റി നിർത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ വ്യക്തിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും, അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതിലേക്കുള്ള സ്റ്റെപ്പാണ് ഇത് നിങ്ങളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈകാതെ തന്നെ ആ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയും. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കിത് സപ്പോർട്ടീവായി തോന്നുന്നുണ്ടെങ്കിൽ എന്നെയും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം ഇന്ന് 1-2 പേര് ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചിരുന്നു. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു.